സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമുക്കൊരു വചനം വായിക്കാം. എല്ലാവരും വേദപുസ്തകം എടുത്ത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുകയാണ്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം തൻ്റെ 9 ശിഷ്യന്മാരിൽ 3 പേരോട് മാത്രം, കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് മാത്രം, ഇവരെനിക്ക് കുറച്ച് ആശ്രയമായിരിക്കുന്നു, പ്രാർത്ഥനയിൽ ഇവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിട്ടിട്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയിട്ട് അവിടെ ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. വീണ്ടും ഞാൻ പറയട്ടെ, മനുഷ്യൻ ഈ നാളുകളായി ഏകാന്തമായി സമയം ചിലവഴിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കുന്നില്ല? ഞാൻ മുറിയിൽ കയറി കഥ കടച്ച് ഏകനായി തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനെയും ഞാൻ മുറിയിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല. ഞങ്ങളാ ഫോണും പിടിച്ച് ഏകനായി തന്നെയാണ് ആയിരിക്കുന്നത്. ആരോടൊപ്പം? ആരോടൊപ്പമാണ്? സെൽഫോൺ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കായിരിക്കുമോ? സെൽഫോൺ നിന്നെ ഗൈഡ് ചെയ്യുമോ അതോ നീ സെൽഫോണിനെ ഗൈഡ് ചെയ്യുമോ? പറയൂ. ദയവ് ചെയ്ത് നിങ്ങളുടെ സെൽഫോണിന് റെസ്റ്റ് കൊടുക്കൂ, ഒരു ബ്രേക്ക് കൊടുക്കൂ. കൊടുക്കാമോ? നിങ്ങളുടെ സെൽഫോണുകൾ ദിവസവും ഒരു 2 മണിക്കൂറോളം ഓഫ് ചെയ്ത് വയ്ക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം നോക്കിയാൽ ദിവസവും 2-2.5 മണിക്കൂറോളം നമുക്ക് കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് നിങ്ങൾ സെൽഫോൺ മുട്ടുവാൻ പാടില്ല. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കൂ, ദൈവത്തിന് ഫോൺ ചെയ്യൂ. ദൈവത്തിന് ഫോൺ ചെയ്യുവാൻ സെൽഫോണിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് ഫോൺ ചെയ്യണമെങ്കിൽ ബൈബിൾ മതി. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. 2 മണിക്കൂറുകൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക, എല്ലാ പണികളും നിർത്തിവെക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കൂ. ദൈവത്തോട് സംസാരിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന വരുന്നില്ലെങ്കിൽ നിശബ്ദമായിരിക്കുക. ദൈവം തന്നെ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ മൗനമായിരിക്കുക. നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ജീവിതം എവിടം വരെ എത്തി നിൽക്കുന്നു, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു, എൻ്റെ വയസ്സ് എത്ര, ഞാൻ എന്തെല്ലാം ചെയ്തു, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതെല്ലാം ഇരുന്നിട്ട് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ കുഴപ്പങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളെ തന്നെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ടാകുന്നു, ഒരു പുതിയ ആരംഭം. അങ്ങനെ പുതിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധനായ കർത്താവ് തന്നെ ഏകനായിരുന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ മനുഷ്യരായിരിക്കുന്ന നമുക്ക് ഏകനായിരുന്നുള്ള പ്രാർത്ഥന എത്രയോ ആവശ്യമാണ്. നിങ്ങളുടെ ഗ്രൂപ്പ് പ്രയറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, ഫാമിലി പ്രയറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഫാമിലി പ്രയർ വേണം, ഗ്രൂപ്പ് പ്രയർ വേണം, ചർച്ചിലെ വിശ്വാസികൾ കൂടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ എന്നെപ്പോലുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതെല്ലാം ആയിരിക്കുമ്പോഴും നിനക്കും ദൈവത്തിനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. നീയും ദൈവവും തമ്മിൽ ചിലവഴിക്കുന്ന സമയങ്ങളിൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന വെളിപ്പാടുകൾ നിന്റെ ആത്മീയ ജീവിതത്തിന്, അതുപോലെ നിന്റെ ജീവിതത്തിന്, അതുപോലെ നിന്നിൽ കൂടി അനേകം ആളുകളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി മാറാറുണ്ട്. ഈ ദിവസം മുതൽ പ്രിയ യൗവനക്കാരെ, നിങ്ങൾ പ്രധാനമായും കർത്താവിന് സമയം കൊടുത്തു നോക്കൂ. അവിടെ ചെന്നപ്പോൾ കർത്താവ് രൂപാന്തരപ്പെട്ടു എന്നുണ്ട് ബൈബിളിൽ. രൂപാന്തരപ്പെടുക എന്നാൽ അവന്റെ വസ്ത്രങ്ങൾ വെട്ടിത്തിളങ്ങി, ടകടകടകടാന്ന് വെട്ടിത്തിളങ്ങി. അവിടെ ചെന്ന സമയത്ത് അവനൊരു മറുരൂപം, അതായത് ബൈബിളിൽ പറയുന്ന അവൻ വേറൊരു രൂപമുണ്ടായി എന്ന് പറയുന്നു. നിന്നിൽ ഉള്ളതായിരിക്കുന്നതായ ധൈര്യക്കുറവ്, നിന്നിലുള്ളായിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ, നിന്നിലുള്ള ലോകത്തിന്റെ ചിന്തകൾ, നിന്നിലുള്ളതായ അപകർഷത, അതുപോലെ നിന്നിലുള്ള ഇതൊക്കെയാണല്ലോ ഇപ്പോഴുള്ള യൗവനക്കാർക്ക് ജീവിതത്തിലുള്ളത്. പല യൗവനക്കാരും എൻ്റെ അടുക്കൽ വന്ന് പറയാറുണ്ട്, നെഗറ്റീവ് ചിന്തകളെ ജയിക്കുവാൻ കഴിയുന്നില്ല, സെക്ഷൽ ചിന്തകളെ ജയിക്കുവാൻ കഴിയുന്നില്ല എന്നൊക്കെ. എനിക്ക് വല്ലാത്തൊരു അപകർഷതാ ബോധമുണ്ട്. എപ്പോൾ നോക്കിയാലും ഞാൻ തന്നെ എന്നെ വിലയില്ലാത്തവനായി കാണുന്നു, ഞാൻ എപ്പോഴും നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകണമെങ്കിൽ ഞാൻ എപ്പോഴും മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. നീ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ മനുഷ്യരോട് തമാശയൊക്കെ പറഞ്ഞിരിക്കാം,
നീ മനുഷ്യരോട് സംസാരിക്കുന്ന സമയത്ത് നിനക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചിരിക്കാം. എന്നാൽ നിന്റെ ഉള്ളിലുള്ള ചിന്ത പോകാത്തതുകൊണ്ട് നിനക്ക് പൂർണ്ണമായി വിടുതൽ ലഭിക്കില്ല. അതേ കാര്യം നീ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, അതേ കാര്യം തന്നെ നീ ദൈവത്തോട് പറയുകയാണെങ്കിൽ, നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കും അവൻ. എപ്പോഴും നിന്നെക്കുറിച്ച് തന്നെ നീ വില കുറഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് നീ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചാൽ നീ എഴുന്നേൽക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കും. ഒരു പ്രത്യാശയോടുകൂടി എഴുന്നേൽക്കും. എന്റെ കർത്താവായ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ആശ്വാസത്തോടുകൂടി എഴുന്നേൽക്കും. കർത്താവിന്റെ പദ്ധതികളെ നീ അറിയും. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരികയും ചെയ്യും. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും കൂട്ടി യേശു മലയിലേക്ക് പുറപ്പെട്ടു. യേശു മാത്രമായിരുന്നു രൂപാന്തരം പ്രാപിച്ചത്, അതോ പത്രോസ്, യോഹന്നാനും യാക്കോബും രൂപാന്തരം പ്രാപിച്ചുവോ? ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ, എന്നാൽ മറ്റൊരു സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നവർ വലിയ മഹാന്മാരാണെന്ന്. യഥാർത്ഥത്തിൽ വരുന്നതേ അതിനുവേണ്ടിയാണ്. വീട്ടിൽ ഉറക്കം വരില്ല. നമ്മുടെ ഇടയിൽ ചില ആളുകൾ അങ്ങനെയുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് നല്ല നല്ല ഉറക്കങ്ങൾ വരുന്നത്. ഉറക്കം വരുന്നെങ്കിൽ നിങ്ങൾ ഉറങ്ങുക, എന്നാൽ പ്രാർത്ഥനയിൽ മാത്രം നിങ്ങൾ ഒരിക്കലും ഉറക്കം തൂങ്ങരുത്. പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവർ ദരിദ്രന്മാരാവും. ഇതിനേക്കാൾ കൂടുതൽ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല. യാക്കോബിനെ, പത്രോസിനെ, യോഹന്നാനെ അവിടെ ആക്കിയിട്ട് കർത്താവ് പോയി. അതുപോലെ തന്നെ ഗത്സമനയിൽ പോയ സമയത്തും ഇതുതന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവരിന്ന് ഉറക്കം തൂങ്ങുന്നു. വീണ്ടും നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് നോക്കുന്ന സമയത്ത് അതേപോലെ ഉറക്കം തൂങ്ങുന്നു. മനസ്സ് ശരിയല്ലാത്ത ആളുകൾക്ക് പ്രാർത്ഥന മാത്രം വരില്ല, ഉറക്കമേ വരൂ. മനസ്സ് ശരിയാക്കണമെന്ന ആഗ്രഹമില്ലാത്തവർക്ക് ഉറക്കം മാത്രമേ ഉണ്ടാകൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവസന്നിധി നിന്റെ മനസ്സിനെ പകരുന്നതാണ്. ദൈവസന്നിധി നിന്റെ മനസ്സിൽ ശരിയല്ലാത്ത കാര്യങ്ങളെ നീ ക്രമീകരിക്കുന്നതാണ്. വായു തുറന്ന് കർത്താവിനോട് പറയുന്നതാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, നീ എന്നോട് ക്ഷമിക്കൂ. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള നിന്റെ വിചാരങ്ങൾ, ചിന്തകൾ പ്രാർത്ഥനയായി മാറുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. പത്രോസും യോഹന്നാനും യാക്കോബും അവിടെ നോക്കിയപ്പോൾ ആകാശത്ത് വലിയൊരു വെളിച്ചം കാണാനിടയായി. യേശു രൂപാന്തരം പ്രാപിച്ചു വന്നപ്പോൾ ഒരു വശത്ത് ഏലിയാവ്, മറുവശത്ത് മോശ. യേശു കർത്താവ്, മോശ, ഏലിയാവ്, ഇവർ മൂന്നുപേരും കൂടെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനിടയായി പത്രോസിന് എളുപ്പം ഉറക്കം വരികയും ചെയ്യും, എളുപ്പം എഴുന്നേൽക്കുകയും ചെയ്യും. ഇതാ കണ്ണു തുറന്ന് നോക്കിയാൽ 3 വ്യക്തികൾ അവിടെ നിൽക്കുകയാണ്. അയ്യോ, കർത്താവ് മാത്രമാണല്ലോ വന്നത്, ഇപ്പോൾ 3 പേരുണ്ടല്ലോ എന്നൊക്കെ അവർ ചിന്തിച്ച് അന്തം വിട്ട് ഇരിക്കുകയാണ്. അവരങ്ങനെ ഞെട്ടിപ്പോയ സമയത്ത് ഒരു വശത്ത് സന്തോഷം, മറുവശത്ത് അവർക്ക് ഭയം. ആ ഭയത്തോടുകൂടി അവർ പറയുകയാണ്, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. നിനക്കൊന്നും മോശയ്ക്കൊന്നും ഏലിയാവിനും ഒന്നുമായി 3 കുടിലുകൾ നമുക്കിവിടെ കെട്ടാം എന്ന് പറഞ്ഞു. നമുക്കിവിടെ തന്നെ ആയിരിക്കാം, നമുക്കിവിടെ തന്നെ താമസിക്കാം. 3 കുടിലുകൾ ഇവിടെ കെട്ടാം. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നിനക്ക്. ഞങ്ങൾ 3 പേരും ശുശ്രൂഷ ചെയ്യാം. ഒരാൾ നിന്റെ അടുത്ത്, ഞാൻ നിന്റെ അടുത്ത്, ഒരാൾ യാക്കോബ് മോശയുടെ അടുത്ത്, ഒരാൾ ഏലിയാവിൻ്റെ അടുത്ത്. യോഹന്നാൻ മോശയുടെ അടുക്കൽ ശുശ്രൂഷ ചെയ്തോളും, ഇവിടെ തന്നെ താമസിക്കാമെന്ന് പറയുകയാണ്. അതല്ല, എത്ര പേരാണ് ശിഷ്യന്മാർ? അതും അറിയില്ലേ. ആ മുകളിലേക്ക് എത്ര പേരാണ് വന്നത്? ബാക്കിയുള്ളവർ എത്ര പേരുണ്ട്? ഇവരുടെ കാര്യം ഓക്കെ ആയാൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താകും? നമ്മൾ സെറ്റിലായാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് അറിയേണ്ട കാര്യമില്ല. ശരിയല്ലേ? നമ്മുടെ കാര്യം സെറ്റിലാവണം, അത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം നമുക്ക് അറിയേണ്ടില്ല. ഇത് മനുഷ്യന്റെ ബുദ്ധിയാണ്, ഇത് സ്വാർത്ഥ വിചാരമാണ്. ശിഷ്യന്മാർ 9 പേർ താഴെ നിൽക്കുകയാണ്. അവരെയും കൂടെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നുണ്ടോ? ചില ആളുകൾക്ക് ഇങ്ങനെയാണ്, ഒരു ചിന്തയും ഉണ്ടാകത്തില്ല, ഒരു ആലോചനയും വരില്ല. എൻ്റെ കൊച്ചുമക്കൾ കുറെ നാൾ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ എന്ത് പറ്റി? അവർ 3 സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിക്കുവാനിടയായി. ഞാൻ 3 സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം, ഇവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ കാര്യം അവർ ചോദിക്കാറുണ്ട്. അവിടെ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ, ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നോ, സഹോദരൻ സുഖമായിട്ടിരിക്കുന്നോ? എന്തൊരു സ്നേഹമാണ് ഇവർക്ക് തമ്മിൽ. കസിൻ സഹോദരന്മാർക്ക് ഇത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ അത്ര വലിയ കാര്യമാണ് ഈ കാലത്ത്. നോക്കൂ, സ്വന്തം സഹോദരന്മാർ തന്നെ പരസ്പരം അവരുടെ കാര്യങ്ങളിലൊന്നും പരിഗണിക്കുന്നതേയില്ല. ദൈവത്തിന്റെ സ്നേഹമുള്ള വ്യക്തികൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും. ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തിൽ അവർക്കൊരു ലക്ഷ്യമില്ല. യേശുക്രിസ്തുവിനെ പിന്തുടർന്നു വന്നതായ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്.
ഇവിടെ തന്നെ നമുക്ക് താമസിക്കാമെന്ന് പറയുന്നു, ഇവിടെ നമുക്ക് സെറ്റിലാകാമെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഗ്രാമങ്ങളിൽ പോലും നടന്ന സുവിശേഷം പറയുകയാണ്. മനുഷ്യന്റെ ദുഃഖവും നെടുവീർപ്പുകളെല്ലാം കണ്ടിട്ട്, അവരുടെ കഷ്ടതകൾ കണ്ടിട്ട് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തന്നെ സെറ്റിലായി പോകാമെന്നാണ് ഇവർ പറയുന്നത്. ചിലർ പറയാറുണ്ട്, നിങ്ങൾ ചെന്നൈയിൽ സെറ്റിലായി പോയോ? സെറ്റിലായി പോകുന്നത് എങ്ങനെയാണ്? ലോകത്തിൽ നമുക്ക് സെറ്റിലാവാൻ കഴിയുകയില്ല. നാം എവിടെയാണ് സെറ്റിലാവുന്നതെന്നറിയാമോ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. ഈ ലോകത്തിൽ നാം യാത്രക്കാരാണ് നാം. ദൈവം പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്തോളം താമസിക്കുക, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുക, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. നമ്മൾ യാത്രക്കാരാണ്. അതാണ് ഈ ലോകം നമുക്കുള്ളത്. നമുക്കല്ലാതെ സ്ഥിരമായി താമസിക്കുവാനുള്ളതല്ല ഇവിടം. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ, ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളും ഞാൻ ആയിരിക്കുന്നിടത്ത് ആയിരിക്കേണ്ടത് നിങ്ങളെ വന്നിട്ട് വീണ്ടും ചേർത്തുകൊള്ളാമെന്ന് കർത്താവ് പറഞ്ഞു. അവിടെ യുഗങ്ങളോളം നിത്യതയോളം നമുക്ക് അവിടെ താമസിക്കാൻ കഴിയും. ഈ ഭക്തിയെല്ലാം അതിന് അവകാശികളായി മാറുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ചിന്ത എത്ര സ്വാർത്ഥകരമാണ്. നമുക്കിവിടെ സെറ്റിലായി പോകാം. അവിടെ ഒരു വചനമുണ്ട്, നമുക്ക് വായിക്കാം. താൻ എന്തു പറയേണ്ടു എന്നവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശർ ആയിരുന്നു. അവന് എന്തു പറയണമെന്ന് മനസ്സിലായില്ല. ഭയപ്പെട്ടു പോയി. പിന്നെ എന്താണ് സംഭവിച്ചത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു മേഘം വന്നു, അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ആ മേഘത്തിൽ നിന്ന് ഉണ്ടായി. അവർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വരുവാൻ ഇടയായി. ആ മേഘത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുവാൻ ഇടയായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന്. കണ്ണു തുറന്ന് നോക്കിയ സമയത്ത് പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോട് കൂടെ യേശുവിനെ മാത്രം അല്ലാതെ അവർ ആരെയും കണ്ടില്ല. യേശുവിനെ അല്ലാതെ വേറെ ആരെയും അവർ കണ്ടില്ല. നിന്റെ ജീവിതത്തിൽ, നിന്റെ ദൃഷ്ടിയിൽ യേശുവിനെ അല്ലാതെ വേറെ ആരെയെ നീ നോക്കിയാലും നീ ദുഃഖിക്കും. യേശുവിൻ്റെ അല്ലാതെ വേറെ ആരുടെയും വാക്ക് കേട്ടാലും നിനക്ക് നഷ്ടമുണ്ടാകും. കർത്താവ് യേശുവിൻ്റെ വാക്ക് കേട്ടാൽ, അവനിലേക്ക് നീ ദൃഷ്ടി അയച്ചാൽ നിന്റെ ആത്മീയ ജീവിതം മുൻപോട്ട് പോകുവാൻ ഇടയാകും. മനുഷ്യനെ വിശ്വസിച്ച്, ലോകത്തിന്റെ സാഹചര്യങ്ങളെ വിശ്വസിച്ച്, ലോകത്തിന്റെ കാര്യങ്ങളിൽ ആശ്രയം വെച്ചിട്ട് ലോകത്തിൽ തന്നെ സെറ്റിലായി പോകാമെന്ന് വിചാരിച്ചാൽ നിന്റെ ജീവിതം ലക്ഷ്യമില്ലാതെ പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കും, നാം പറഞ്ഞത് ഒരാളേ ഉള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണത്? യേശു. 1971 ഫെബ്രുവരി 15 ദൈവം എനിക്ക് ജീവൻ നൽകിയത് മുതൽ ഈ ദിവസം വരെയും എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചവൻ യേശുവാണ്, എന്നെ ബലപ്പെടുത്തിയവൻ യേശുവാണ്, എന്നെ നടത്തിയവൻ യേശുവാണ്, എന്നെ സകല വിഷയങ്ങളിലും എന്നെ സഹായിച്ചവൻ യേശു മാത്രമാണ്. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചപ്പോൾ ഒരു കുറവും കൂടാതെ എന്നെ കർത്താവ് നടത്തി. ഇത് അതിപ്രധാനമായ സമയമാണ്. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത കാര്യം ചെയ്യുന്ന സമയമാണ്. നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിന്റെ ജീവിതത്തിൽ കൂടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം ഉപയോഗപ്രദമുള്ള ഒരു വ്യക്തിയായി നിന്നെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എന്ത് സങ്കടമുണ്ടായാലും, എന്നാൽ അസാധ്യമായതൊന്നുമില്ലെന്ന് കർത്താവ് പറഞ്ഞു. നിന്റെ ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന്, നിന്റെ മനസ്സിലുള്ളതായ സങ്കടത്തിൽ നിന്ന്, നിന്റെ ഡിപ്രഷനിൽ നിന്ന്, നിന്റെ അധൈര്യത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. അവങ്കലേക്ക് നോക്കൂ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു പ്രാവശ്യം കൂടെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരികയാണ്. നിന്റെ മക്കളെയെല്ലാം നോക്കണമേ, യുവജനങ്ങളെല്ലാം നീ നോക്കണമേ, ദമ്പതികളെ നോക്കണമേ, മാതാപിതാക്കളെ നീ നോക്കണമേ, പ്രായമുള്ള വ്യക്തികളെ നീ നോക്കണമേ. എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല, ഒന്നും സാധിക്കുവാൻ കഴിയുന്നില്ല, ബലഹീനനായിപ്പോയി, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നതേയില്ല. എൻ്റെ യൗവനകാലത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ ഞാൻ ജീവിക്കുന്നുവെന്ന് കർത്താവേ എന്നെ സഹായിക്കൂ എന്ന് ആരൊക്കെയാണോ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് നിന്നോട് നിലവിളിക്കുന്നത്, അവരെ ഈ ദിവസം സഹായിക്കുമാറാകണമേ. അവരെ നിന്റെ മഹത്വം കാണിച്ചു കൊടുക്കണമേ. ആ കാലത്ത് ഒരു മേഘം വന്ന സമയത്ത് ആ രൂപാന്തരം പ്രാപിച്ചതായ ആ മലമേൽ വെട്ടിത്തിളങ്ങുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന സമയത്ത് രൂപാന്തരപ്പെട്ടതായ കർത്താവേ, ആ മേഘത്തിൽ നിന്ന് കേട്ടതായ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ,
എന്ന് നിന്റെ ശബ്ദം കേൾപ്പിക്കുന്നത് പോലെ ഈ മക്കളോട് നീ സംസാരിക്കണമേ. അന്ന് നീ ശമൂവേലിനോട് സംസാരിച്ചതുപോലെ സംസാരിക്കണമേ കർത്താവേ. അന്ന് നീ മോശയോട് സംസാരിച്ചതുപോലെ സംസാരിക്കണമേ ദൈവമേ. അന്ന് നീ അബ്രഹാമിനോട് സംസാരിച്ചതുപോലെ സംസാരിക്കണമേ കർത്താവേ. അന്ന് ശൗലിനോട് നീ സംസാരിച്ചതുപോലെ സംസാരിക്കണമേ ദൈവമേ. അന്ന് നീ ഏലിയാവിനോട് സംസാരിച്ചതുപോലെ സംസാരിക്കണമേ കർത്താവേ. നിന്റെ സ്വരത്തെ ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ചെവികളെ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ, ഇരുന്നിട്ട് ആലോചിക്കുവാൻ, നിന്നിൽ സമർപ്പണത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും എല്ലാ സമയത്തും കൂടെയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.